സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അവൻ വേണുനാദത്തോടുകൂടി സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അമേൻ സ്വന്തം അതിലെ 12 വാക്യങ്ങളും അവസാന വാക്യവും ചേർന്ന് പാടി ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമേൻ സ്വന്തം. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരേണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. അവിടെ വായിലൊട്ടും നേരില്ല. അവിടെ അന്തരംഗം നാശകൂപം തന്നെ. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവ് കൊണ്ടവർ മധുരവാക്ക് പറയുന്നു. അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് പാടി നമുക്ക് ധ്യാനിക്കാം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നിന്നെ കൊണ്ടവനെ മറയ്ക്കും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് നമ്മെ വേദി കെട്ടുന്ന ദൈവത്തിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥന ദർശിക്കും. കേൾക്കോട്ട് കടന്നു വന്ന് അവൻ ദൈവത്തിലേക്ക് തന്റെ മനസ്സിൽ കൊടുത്ത ചിന്തകൾ ഈ സന്ധ്യാത്തിൽ നമ്മൾ പങ്കുവെക്കും. പ്രാർത്ഥനയോടെ ദിവസമായിരിക്കാമല്ലോ അവരെ കർത്താവ് ചെയ്യും. താങ്ക് യു. അവൻ കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അവൻ രക്ഷണ നാമത്തിൽ അവൻ സ്നേഹവന്ദനം. For the opportunity to speak before you today, for His grace and mercy that keeps us alive to this day and gives us another day to worship the Lord in such peace and in such gratitude. So I worship the Lord and give thanks to the Lord for that. അമേൻ. പകൽക്കാലം വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കാൻ ദൈവം തന്ന സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ജീവനോടെ ഈ ഭൂമിയിൽ അയക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ദൈവത്തിന്റെ കരുതലാണ്, സംരക്ഷണമാണ് നമ്മൾ ജീവനോടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ കൃപ തന്ന, ബലം തന്ന ദൈവത്തിന് നന്ദി ഞാൻ കരയറ്റുകയാണ്. Dad has been saying, even he said today, among the dead who can praise you, who can praise your name, who can worship your name. So before we go into the psalm, I'd encourage everyone to pray within their hearts and thank God and ask Him to teach us how to worship, how to praise Him in this manner, because we can only do it while we are still alive. So let us offer ourselves up to God. പ്രിയ പിതാവ്, അവൻ സ്വന്തം മുമ്പ് മുഖവരെ പറയുമ്പോൾ സൂചിപ്പിക്കാനിടയായി. അവൻ പ്രിയമുള്ളവരെ, അവൻ ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്? മരിച്ചവർക്ക് പറ്റുമോ? ഇല്ല. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ സ്തുതിക്കാൻ ആഗ്രഹിച്ചാലും നടക്കില്ല. അപ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ അതിനങ്ങളെ തുറന്ന് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും ശബ്ദം. അനേകര് അവൻ ശബ്ദം പോയവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാള് ശബ്ദമെടുക്കാൻ വയ്യ, കാരണം എന്തോ പ്രയാസം അവർക്ക് ആരോഗ്യത്തിന്. ഇന്ന് പകരം സൗണ്ട് ദൈവം നിനക്ക് തന്നിട്ടുണ്ടോ? അതിരം തുറക്കണം. അതിരം അവൻ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിടുതലിന് തടസ്സമാണ്. അവൻ എന്തോ നന്മകളെ പിശാചി പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് അതിരം തുറക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ അതിരകളെ തുറന്നവനെ ആരാധിപ്പാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. So going to the message, when we're thinking about our year's theme, it's a year of growth, and this month we have approached and we have entered into a thought of, when you're growing as a plant, as a seed is growing, as a plant is growing, it needs a veil of protection around it. It needs a boundary for it to grow. Otherwise, it's going to be pulled down. Debris is going to affect it. It needs a protection around it. നാം ഈ വർഷം പരിശുദ്ധാത്മാവ് തന്ന ചിന്താവിഷയത്തിലുള്ള ബന്ധത്തിൽ വളർച്ചയെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. വളർച്ച എന്ന് പറയുന്ന പ്രിയമുള്ളവരെ ഞായറാഴ്ച വന്ന് ആരാധനയ്ക്ക് ഹാജർ കൊടുക്കുന്നതല്ല. നമ്മുടെ അവസ്ഥകൾ ഇന്നലെ നീ ആരാധിച്ചതിനേക്കാൾ ഇന്ന് ആരാധിക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. ഇന്നലെ നീ
അവൻ ദൈവത്തെ അതരം തുറന്ന പ്രകൃതിച്ചതിനേക്കാൾ ഇന്ന് ഒന്നുകൂടെ അവൻ വളർന്നു ചെയ്യാൻ കഴിയുന്നപ്പോൾ വളർച്ചയെ കുറിച്ച് നാം പഠിച്ചു വന്നു. അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിച്ചു. വളർച്ചയ്ക്ക് ഈ മാസം പരിശുദ്ധാത്മ ചിന്താവിഷയം തന്ന ചിന്താവിഷയം വളരണമെങ്കിൽ, അത് വിഘ്നം കൂടാതെ നന്നായി ഉയർന്നു വരണമെങ്കിൽ എപ്പോഴും ആ കൃഷിക്ക് ചുറ്റും, ആ ചെടിക്ക് ചുറ്റും, ആ മരത്തിന് ചുറ്റും, ആ തോട്ടത്തിന് ചുറ്റും ഒരു വേലി ആവശ്യമാണെന്ന് അവൻ പരിശുദ്ധാത്മയോട് പറഞ്ഞില്ലെങ്കിൽ കാണുന്നവരൊക്കെയും അതിനകത്ത് കയറി അത് പറിച്ചു കളയും, ഇല്ലേ ചവിട്ടി മെതിച്ചു കളയും, ഇല്ലേ കാട്ടുപന്നികൾ, അങ്ങനെ പലപരമായ വിഷയങ്ങൾ, അവൻ കാടുകള് പടലങ്ങളൊക്കെ കയറിയ തോട്ടം നശിച്ചു പോകും. അങ്ങനെ വരാതിരിക്കാൻ വളരാൻ എപ്പോഴും ഒരു ആശ്ചര്യം വേണം, അതൊരു വേലി വേണമെന്ന് ഈ മാസം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. But the thing is that we need this veil of protection around us, and the question is, how do we keep this veil of protection around us? Because we know when we are in the grace of God, obviously we have it. How do we know that we have it? We are still alive. We are still, as I said before, we are still alive to praise God, which means we still have protection around us. അവൻ പ്രിയമുള്ളവരെ, എങ്ങനെ അറിയും വേലി ചുറ്റുമുണ്ടോ? എങ്ങനെ അറിയും? ഒന്ന്, ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഓർത്തോണം, കർത്താവ് ജീവനോട് വെച്ചിരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ യെശയ്യാ പറഞ്ഞു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും നിന്നെ സ്തുതിക്കുന്നില്ല. കാരണം മരിക്കത്തക്ക രോഗം പിടിച്ച് മരിച്ചു പോകുമെന്നുള്ള അവസ്ഥകളിൽ ഇരിക്കുമ്പോൾ അവൻ യെശയ്യാവെന്ന് നീ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ അവൻ സ്വപ്നം ചെയ്യുന്നു. ആ അവസ്ഥകളിൽ ഇരിക്കുമ്പോൾ അവൻ മനസ്സിലായി, യോ നാഥൻ ജീവൻ തന്നില്ലെങ്കിൽ സ്തുതിക്കാൻ പറ്റില്ല. അവൻ അതുകൊണ്ട് ദൈവത്തോട് കർത്താവേ, മരിച്ചവരും മൗനതയിൽ ഇരുന്നവരും ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. ജീവനോട് ഇരിക്കുമ്പോൾ ഓർത്തോണം, നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് കാത്തിരിക്കുന്നത്. But the question is, what is it that keeps this veil around us? No matter, although we don't live perfect lives, we're not a perfect man, but how come this veil is still around us? പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് പകൽക്കാലം ജീവനോട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ജീവനോട് ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വേലി എനിക്ക് തരുന്നത്? ഞാൻ പലപ്പോഴും ദിവസത്തിൽ വിശ്വസ്തനല്ല. സ്തുതിക്കുമ്പോൾ അവൻ ആരെല്ലാം പറഞ്ഞാലും സ്തുതിക്കില്ല. അവൻ സ്വന്തം നന്ദിയോടെ ജീവിക്കേണ്ടപ്പോൾ ഞാൻ നന്ദിയോടെ ജീവിക്കില്ല. എപ്പോഴും മറുതലിപ്പിന്റെ ആത്മാവ് എന്നിലുണ്ട്. യോഗ്യനല്ല അനുഗ്രഹിക്കപ്പെടാൻ, സംരക്ഷണത്തിന് യോഗ്യനല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ ആയിരിക്കുന്നത് സംരക്ഷണത്താൽ? There's one obvious answer, which is obviously there's God's mercy, which I thank the Lord Jesus Christ for. But other than that, one other answer that I get from this psalm is God's favor. ആമേൻ. ഇന്ന് പകൽക്കാലം ഒന്ന് ജീവനോട് ഇരിക്കുന്നത്, വിലാപക്കാരൻ പറയുമ്പോൾ നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന അവന്റെ ദയ, അവന്റെ മേഴ്സി, അവന്റെ കരുണ. എന്നാൽ ഈ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്ന ഒരു കാര്യം അവൻ മനസ്സിലാക്കുന്നു. അവൻ സ്വന്തം എന്തുകൊണ്ടാണ് തകർന്നു പോകാതിരിക്കുന്നത്? ദൈവത്തിന്റെ ഒരു കൃപാ കടാക്ഷം നമ്മുടെ മേലുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലവും ആരാധനയ്ക്ക് നാം കടന്നു വന്ന് ഇരിക്കാനിടയായി. Reading verse 12 in the psalm, it says, "Surely, Lord, you bless the righteous, and you surround them with your favor as with a shield." ആമേൻ. 11-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കുമെന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. What are our lives of faith surrounded by? What is it protected by? It says it is protected by God's favor, as God's favor acts as a shield around us, as a protection around us, as a protection as a plant as we grow. God's favor is the shield around us. പ്രിയമുള്ളവരെ, ഇവിടെ മലയാളത്തിൽ പറയുമ്പോൾ ദയ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. കർത്താവിന്റെ ഒരു കടാക്ഷം, അവൻ എന്തോ ഒരു മനസ്സലിൽ, എന്തോ അവൻ നിന്നിൽ അവൻ കാണുന്നത് കൊണ്ട്, എന്തോ നിന്നിൽ കൂടി കർത്താവിന് ചെയ്യാനുണ്ട് എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട്, ആ ഒരു കടാക്ഷം നിന്നെ മേൽ തന്നിരിക്കുന്നത് കൊണ്ട് അനേകർക്ക് ഇത് കിട്ടിയില്ല. ഫറവോന് ഇത് കിട്ടിയില്ല. അവന്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനപ്പെട്ടു. അവൻ വീണ്ടും വീണ്ടും കുഴിക്കാത്തോടിറങ്ങി. എന്ന് പകൽക്കാലം നീ ജീവനോട് ഇരിക്കുന്നെങ്കിൽ അവൻ ദൈവത്തിന്റെ കൃപ, അവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഫേവർ കൊണ്ട് നിന്നെ മറച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്ക് ആരാധനയ്ക്ക് പോലും വരാനിടയായത്. So I was thinking about, favor and what it has to do with, gardeners planting. And the first thought that came to my mind was Amma, when she's outside, she has a lot of plants sitting outside. Obviously, she has favor. She likes those plants. She loves those plants. She wants them to grow. But we can't say the same for everyone. My mom loves these plants, but I don't, right? I don't have much favor for the plants. The person who has favor for these plants, Amma always tells Dad, "Oh, we have to either around a chutti like protecting a personal tree. Adinde chuttu net on this, so like nothing eats it." അവൻ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. ഫേവർ എന്ന് പറയുമ്പോൾ അവൻ ഒരു കാര്യത്തോടുള്ള പ്രത്യേക ഒരു പ്രതിപത്തി,
അവൻ പ്രത്യേകിച്ച് എന്റെ അമ്മ കൃഷിയെക്കുറിച്ച് അടുക്കളത്തോട്ടത്തെക്കുറിച്ച് വളരെ എരിവുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും കടന്നു വന്ന സാധനം ക്ഷീണിച്ച് തകർന്ന് 12 മണിക്കൂർ ജോലി കഴിഞ്ഞാ വരുന്നത്. വന്നാ ഉടനെ ആദ്യം പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവോ കാപ്പി കുടിക്കുവോ. വന്നാ ഉടനെ വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങും. കാരണം അമ്മയ്ക്ക് ആ ചെടിയോട് ഒരു കടാക്ഷമുണ്ട്, ഒരു പ്രത്യേക അരിവുണ്ട്. ആദ്യം വന്ന് മക്കളെ ചായ കുടിച്ചോ എന്നല്ല ചോദിക്കുന്നത്, പാല് കുടിച്ചോ കാപ്പി കുടിച്ചോ. വെളിയിലോട്ട് ഇറങ്ങി ആ ചെടികളെ എല്ലാം നോക്കും, അതിനെ വെള്ളമെല്ലാം ആദ്യം ഒഴിക്കും. അതൊരു കടാക്ഷം, ഒരു സ്വന്തം പ്രയോറിറ്റിയെ ബലപ്പെടുത്തുന്ന ആദ്യം ആ പ്രയോറിറ്റി ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇന്നലെ പ്രത്യേകം എന്നോട് വൈകുന്നേരം പറഞ്ഞു, സാർ വെള്ളം ഒഴിക്കണേ. ഞാൻ അതിനെ കുറിച്ച് ഓർത്തുമില്ല. രാത്രിയാകുമ്പോ വെള്ളം ഒഴിച്ചോ ഇല്ല, എന്നാ പിന്നെ രാത്രി ഇറങ്ങണ്ട, നാളെ രാവിലെ ഞാൻ ഒഴിച്ചോളാം. കാരണം നോക്കണം, ഞങ്ങൾക്ക് അതിനോട് പ്രതിപത്തിയില്ല. പക്ഷേ അതിനെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ആ ചെടിയോട് ഒരു പ്രത്യേക കരുതല്. ഞങ്ങൾ ജീവിക്കുന്ന ഒരേ വീട്ടിലാണ് ഈ ചെടികളും പറമ്പിലാ വളരുന്നതെങ്കിലും അനേക വീട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആ ചെടിയോട് ആ പ്രത്യേക കരുതലില്ല. എന്നാൽ അമ്മയ്ക്ക് ആ കരുതലുള്ളതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഒരു കരുതൽ, ദൈവത്തിന്റെ ഒരു ഫേവർ ഉള്ളത് കൊണ്ടായി ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. Since Amma has this favor towards the plants, she guards it. But since I don't have that favor, there's so many times, like almost every year this happens. I'm outside playing with the basketball hoop outside. The ball goes, it hits the rim, it rebounds to the side. The plant gets crushed. The aloe vera plant's gone. The other coriander plant's gone. But see, like if you have favor, you will guard it. But if you don't, if the gardener doesn't have favor on it, that plant won't live. It's not going to survive. In the പകൽക്കാലം ഒരു കാര്യം ഓർക്കണം. എന്റെ അമ്മയ്ക്ക് ആ ചെടിയോട് വലിയ പ്രതിബദ്ധത. അതിന് കേട് വരരുത്, അതിന് ദോഷം വരല്ലേ. അതുകൊണ്ട് ചുറ്റും വേലി കെട്ടും. ഇല്ലെങ്കിൽ ഡാഡിയോട് പറഞ്ഞു വല നെറ്റില് അച്ഛാന്ന് പറഞ്ഞു നെറ്റിടിപ്പിക്കും. എന്നാല് എനിക്ക് ആ ഫേവറില്ല. എനിക്കൊന്ന് കളിക്കണം, എനിക്കൊന്ന് ആക്റ്റീവ് ആകണം. അപ്പൊ ഞാൻ സ്വന്തം ബാസ്കറ്റ്ബോളുമായിട്ട് ഇറങ്ങും. ആ ഹൂപ്പിനകത്തോട്ട് വലിച്ചെറിയുമ്പോൾ അത് തെറിച്ചു പോയി ഈ ചെടിയുടെ മണ്ടയ്ക്കെല്ലാം വീണും. സ്വന്തം എത്രയോ ചെടികൾ, കരിയാപ്പലകള് സ്വന്തം ചെയ്യുന്നു, എത്രയോ ഒലിവേറ പ്ലാന്റ്സ് എല്ലാം പോകും. എനിക്കൊരു കൂസിന് അടുത്ത ബോർഡർ വീണ്ടും ഞാൻ എറിയുക. അത് ഒടിഞ്ഞല്ലോന്നോ അത് ചതഞ്ഞല്ലോന്നോ അതിനെ വെച്ച് കെട്ടണമെന്നോ ഒന്നും എന്റെ മനസ്സിൽ തോന്നാറില്ല. കാരണം എന്താ, എനിക്ക് ആ ചെടിയോട് ഒരു ഫേവറോ ഒരു കടാക്ഷോ ഇല്ല. ഇന്ന് പകൽ നിങ്ങളും ഞാനും ആരാധിക്കുമ്പോഴോ തോന്നും, നാഥൻ എന്നോട് നിങ്ങളും കാണിച്ച കൃപ കടാക്ഷം മറന്നു പോകല്ലേ, അത് മറന്നു ജീവിപ്പാനിടയാകൽ ഒരിക്കലും. See, now we've established that favor is necessary for a plant to grow, or for us to grow, us to simply be alive and just go on another day. The favor of God is utterly necessary. There's no way we can live without the favor of God. So now we know the necessity of favor. ഇന്ന് പകൽക്കാലം കൃപ കടാക്ഷമില്ലാതെ സ്വന്തം നിന്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല, അപകടത്തിൽ വിടുതൽ മാത്രമല്ല, ദൈവത്തെ സേവകരോക്കണം. നിന്റെ സംരക്ഷണം എല്ലാം ദൈവത്തോട് അടുത്തിരിക്കുന്നതിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു എന്നതിൽ നിന്നാണ് വരുന്നത്. ദൈവത്തെ ആരാധിക്കാൻ നിന്നെ വിട്ടുകൊടുക്കുന്നതിൽ നിന്നാണ് വരുന്നത്. സ്വന്തം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഏറ്റവും വലിയ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ സ്നേഹിക്കണം, നീ അവനെ സേവിക്കണം. അതിൽ വലിയൊരു കൽപ്പനയില്ലെന്നാ പറയുക. കാരണം നീ ദൈവത്തോട് അടുത്ത് വന്നാലേ നിന്റെ ഫ്യൂച്ചറോ നിന്റെ തലമുറയോ നിന്റെ വിഷയങ്ങൾക്കോ മറുപടിയുള്ളൂ. സ്വന്തം അങ്ങനെ അടുത്ത് വന്നെ പോലും ദൈവത്തിന്റെ ഫേവറാണ്. ഫേവറില്ലാത്തവരെ ആ ഫേവറാണ് നിന്നെ പൊതിയുന്നത്. പലപ്പോഴും ചിന്തിക്കുന്നത് വിടുതലിന് കിട്ടേണ്ടതിന് മുമ്പ് നിന്റെ കുടുംബം നീ ദൈവത്തെ സ്നേഹിച്ചടുത്ത് വരാൻ പഠിക്കും. അത് ഫേവറാ. പത്രവർത്താവെ വേറെ ചുറ്റും കേട്ട് നിനക്ക് പ്രയോറിറ്റി കൊടുക്കണം. എന്റെ വിഷയത്തിൽ മറ്റു 100 കൂട്ടം കാര്യങ്ങൾ വിലയേറിയത് കാണും. പക്ഷെ ആ വിലയേറിയ കാര്യം അനുഭവിക്കണ ആയുസ് വേണ്ടേ? ഇല്ലെങ്കിൽ അത് നിന്റെ അടുത്ത് വരണ്ടേ? എത്ര ആയുസ് വന്നാലും കൂടെ അനുഭവിപ്പാൻ വീട്ടുകാരും നിന്നോട് കൂടെ ഉള്ളവരില്ല. നീ എനിക്ക് എന്തുകൊണ്ടായിട്ടെന്താ കാര്യം? ഫേവർ, ദൈവത്തെ തെരയാനൊരു ഫേവർ എനിക്ക് നിങ്ങൾക്ക് വേണം. ഫേവറിന്റെ പേരില്ലെങ്കിൽ നമ്മുടെ വളർച്ച കംപ്ലീറ്റ്ലി മുടച്ചു പോകും. എത്ര കോടികൾ ഉണ്ടെങ്കിലും ആനന്ദമുണ്ടാകില്ല, സന്തോഷമുണ്ടാകില്ല, ജീവിതം പൂർണ്ണമാകില്ല. ഇന്ന് പകൽ പറയുക, കർത്താവേ, ആരോഗ്യമൊന്നുമല്ല വിഷയം. ഇന്ന് പകൽ എനിക്ക് വേണ്ടത് നിന്നോടടുത്തിരിപ്പാൻ, നിന്നെ കെട്ടിപ്പിടിപ്പാൻ. ലോകത്തിൽ മറ്റു വിഷയങ്ങൾ വരുമ്പോൾ പ്രയോറിറ്റി നിനക്ക് തന്നെ തരത്തിൽ ആ ഫേവർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അവന്റെ വഴിയിൽ നടക്കും. ആരും ഉദ്ധരിക്കണ്ട, നമ്മളെപ്പോഴും അവനെ അള്ളിപ്പിടിപ്പാനിടയായി. So now since we've seen the necessity of favor, we also at the same time through this example we realize why we need it. It's because plants are helpless. It's when I throw this ball or like when it gets crushed, the plant can't stand up for itself. The plant can't come and smack me and say, "Oh, why did you do this?"
only a gardener or a planter can come and guard it. So we understand the utter helplessness of not only the plants, but our lives. Our lives, we are unaware of what's coming tomorrow. We are unaware of what's even coming the next second. I could fall the next second to a stroke. We don't know what's coming. So we are, it gives a very stark image. It shows you that we are helpless. Plants are helpless, and in the same way, we are helpless. പ്രിയമുള്ളവരെ, ഞാൻ പുറത്ത് ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ ചെടികൾ തീർത്തും നിസ്സഹായരാണ്. അവൻ ബോൾ വരുന്ന കാണുമ്പോഴേക്കും ഓടാൻ എനിക്ക് കഴിയില്ല. അത് ചതഞ്ഞാൽ എഴുന്നേറ്റ് എന്താണ് എന്നെ ചതച്ചെന്ന് ചോദിച്ച് എന്റെ തലയ്ക്ക് അടി തരാൻ അതിന് കഴിയില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. വന്നാൽ തകർച്ച അനുഭവിക്കുകയല്ലാതെ, തകർന്നു പോവുകയല്ലാതെ വേറെ വഴിയൊന്നും ആ വൃക്ഷത്തിനോ ആ ചെടിക്കോ ഇല്ല. ഇന്ന് എഴുന്നേറ്റ് ഓടിപ്പോകാനോ തന്നെത്താൻ സംരക്ഷിക്കാനോ കഴിവില്ലാത്ത വൃക്ഷം. അതുപോലെ നിങ്ങളും ഞാനും ജീവിതത്തില് എപ്പോഴും നിസ്സഹായര. വരാൻ പോകുന്ന വിഷയങ്ങളെ അറിയാനോ അതിന് തടസ്സം നിൽക്കാനോ, അല്ലെ കുടുംബത്തിൽ തലമുറകൾക്ക് അടുത്ത നിമിഷം എന്ത് വരാൻ പോകുന്നെന്ന് അറിയാനോ, അല്ലെ അതിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനോ ഒന്നും എനിക്കോ നിങ്ങൾക്കോ ത്രാണിയോ പ്രാപ്തിയോ ഒന്നും തന്നെ ഇല്ല. ആകപ്പാടെ അതിനെ സൂക്ഷിക്കാൻ ആർക്കും കഴിയുമെന്നറിയാമോ? തോട്ടക്കാരനെ കഴിയത്തുള്ളൂ. തോട്ടക്കാരനെ കഴിയത്തുള്ളൂ. ബൈബിൾ പറയുന്നു നാം അവന്റെ കൃഷിയാകട്ടോ. ഇതുപോലെ കൃഷിയാണെങ്കിൽ തോട്ടക്കാരനോട് നിന്റെ ഹൃദയം പറ്റിയിരിക്കണം. തോട്ടക്കാരൻ കണക്ഷൻ വിട്ടുപോകരുത്. ആ തോട്ടക്കാരൻ താവേ നിന്നോടുള്ള കണക്ഷൻ വിട്ടുമാറുമാകുമാറ് എന്റെ ഹൃദയം നിന്നോട് അകന്നു പോകാൻ അനുവദിക്കല്ലേ. ചിലപ്പോൾ നീ തോട്ടത്തിൽ തന്നെ ആയിരിക്കും, നിന്റെ ഹൃദയം വളരെ ദൂരെ ആയിരിക്കും. ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കാതെ ആ തോട്ടക്കാരനോട് നിന്നോടൊരു സ്നേഹം പ്രതിപത്തി ഉണ്ടാകാൻ വഴിയില്ല. എന്ന് പകൽക്കാലം പ്രിയമക്കൾ എന്ന പോലെ അവനെ അനുഗമിക്കണം, അനുകരിക്കണം. അവൻ മക്കളുണ്ട്, പ്രിയമക്കളുണ്ട്. അവൻ ലോകത്തിൽ മക്കൾ പല രീതിയിൽ പോകും. ഹല്ലേലൂയ, നീ അവന്റെ പ്രിയമകനാകണം. അവൻ സ്വന്തം ചെയ്യുന്നു. ആ യാക്കോബിന് മക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു, എന്നാൽ അവന്റെ പ്രിയമോൻ ജോസഫ് ആയിരുന്നതുപോലെ നീ ആകണം. എന്നാൽ മാത്രമേ നാഥന്റെ ഫേവർ ആസ്വദിക്കാൻ പറ്റൂ. നാഥന്റെ ആ നല്ല ഉടുപ്പുകൾ, വർണ്ണ ഉടുപ്പുകൾ ഇടാൻ പറ്റൂ. ഇന്ന് പകൽക്കാലം ആ ഫേവറിന് വേണ്ടി നമ്മുടെ ഹൃദയം ദൈവജനമേ കൊതിക്കട്ടെ. So now that we've seen that we are helpless, we can die any moment. We know we have been made from dust, and to dust we will return. So the question is, how do you receive, and how do if you don't have the favor, how do you receive God's favor in your life, and also how do you keep it in your life? പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിസ്സഹായരാണ് നാം. അവൻ സ്വന്തം ചെയ്യും. ഒന്നും തടയാനോ ഒന്നിനുമെതിരെ നിൽക്കാനോ ഒന്നും നേരെയാക്കാനോ, യേശു പറയുമ്പോൾ വിചാരപ്പെട്ടാൽ തലമുടിയൊന്ന് വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ പോലും ഒരു കഴിവ് എനിക്കും നിങ്ങൾക്കുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വേലി വേണം ചുറ്റും. ദൈവത്തിന്റെ കൃപാകടാക്ഷമാകുന്ന വേലി ചുറ്റും വേണം. എങ്ങനെ എനിക്ക് ആ വേലി കിട്ടും? എങ്ങനെ എനിക്ക് ആ വേലി പ്രാപിക്കാം? ആ വേലി എനിക്ക് കിട്ടിയാൽ എങ്ങനെ ആ വേലിയെ എനിക്ക് നിലനിർത്താം? എങ്ങനെ അതിനെ എന്നോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്താം? നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെള്ളിയാഴ്ച വായിച്ച സങ്കീർത്തനത്തില് അവൻ വേലിയങ്ങ് പൊളിച്ചു കളയുക. ദൈവം വേലിയങ്ങ് പൊളിച്ചു കളയുക. വഴിപ്പോകൂടെ വരുന്നവരൊക്കെ കയറി മേയത്തക്കവണ്ണം, കാട്ടുപന്നി മാന്തി കളയത്തക്കവണ്ണം, കാട്ടുപന്നി നശിപ്പിക്കത്തക്കവണ്ണം. അതുകൊണ്ട് ദൈവത്തോട് എങ്ങനെ എനിക്ക് ഒന്ന് ആ വേലി പ്രാപിക്കാം, എങ്ങനെ എന്നെ നിലനിർത്താം? Exodus 20 verse 6 talks about those who receive favor. What Exodus 20 verse 6, it says, this is talking about the Lord, but showing favor to thousands, to those who love me and keep my commandments. ശ്രദ്ധിക്കണമേ, 10 കൽപ്പന കൊടുക്കുമ്പോൾ, അവൻ 10 കൽപ്പന കൊടുത്തിട്ട് നാഥൻ സംസാരിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തില് അവൻ സ്വന്തം പറയുന്നു. അവൻ സ്വന്തം ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അവൻ ഒന്നിനെയും താഴെ. ഇന്ന് പകൽ ദൈവജനമേ, ഈ ഭൂമിയിൽ നിനക്ക് എത്ര കോടി ഡോളറും ബിസിനസ്സും ഉണ്ടെങ്കിൽ ദൈവവും ഈ ബിസിനസ്സും ഈ ലോകവും നിന്റെ പ്രൊഫഷനും വന്നാല് അതിനെ വിഗ്രഹമാക്കരുത്. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, കൂട്ടുകാരെ വിഗ്രഹമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവയെ നമസ്കരിക്കോ സേവിക്കോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്റെ കൽപ്പനകളെ, അവിടെ പറയും എന്റെ കൽപ്പനകളെ പോലെ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഫേവർ. ദയെന്നുള്ള വാക്കമല്ല, ദയല്ല, ഫേവർ. ഫേവർ പറഞ്ഞാൽ നമ്മുടെ ഹൃദയം നിന്നോട് ചാടിയിരിക്കും. ഈ ലോകത്തിലെല്ലാം നിനക്കെതിരെ എല്ലാവരും നിന്നാലും എന്റെ ദൈവം നിനക്ക് അനുകൂലമായിരിക്കും.
അനുകൂലമായിരിക്കും. അവൻ നിനക്ക് കഴിവില്ലെന്ന് നാഥൻ അറിയാം. കാരണം നീ ആകെ ചെയ്യുന്ന എത്ര ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് കൽപ്പനകളെ പ്രമാണിക്കുന്നു. നീ കൽപ്പന ഞാൻ ചെയ്തു എന്ന് പറയാനൊന്നുമില്ല, ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ആ കൽപ്പനകളെ അവൻ പ്രമാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫേവർ നിന്നോട് കൂടിയുണ്ട്. എന്നാൽ 1000 തലമുറ വരെ അവൻ ദയ കാണിക്കുന്ന ദൈവം. Okay, so the objective we set after this is, how do we love God? Because the thing is that, okay, it says, those who love me and obey my commandments. Obviously, you will obey God's commandments if you love Him. So our goal is, how can we know that we love God, and what actions show that we love God? ഇന്ന് പകൽക്കാലം നോക്കണേ, കൽപ്പനകൾ പ്രമാണിക്കുന്നത് കീ. പക്ഷെ കൽപ്പനകളെ പ്രമാണിക്കാൻ നിന്നെ പ്രാപ്തനാക്കുന്നത് എന്തോന്ന് പറയാം? നാഥനോടുള്ള സ്നേഹം. നാഥനോട് സ്നേഹം മുഴുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ആളുകളെ നൃത്തം ചെയ്ത് തുള്ളിച്ചാൽ അതുകൊണ്ട് ദാവീദിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അവന്റെ പദവിയോ കിങ്ഷിപ്പോ അതുകൊണ്ട് എന്തുകൊണ്ടാ ദൈവത്തിന് അവനോട് സ്നേഹം? അവൻ ചെയ്ത പാപം പോലെ അതുപോലെ പാപം അവന് ദൈവസന്നിധി വന്നാൽ ദൈവത്തോടുള്ള സ്നേഹം അവൻ നൃത്തം ചെയ്യാൻ പ്രാപ്തനാക്കുന്നതൊക്കെ നമ്മുടെ പദവിയോ എല്ലാം മറന്ന് സ്തുതിക്കാൻ നോക്കണം. അവൻ ദൈവസന്നിധിയിൽ എങ്ങനെ അവനെ സ്നേഹിക്കാൻ കഴിയും? സ്നേഹിക്കാതെ കൽപ്പനകളെ പ്രമാണിക്കാൻ പറ്റില്ല. സ്നേഹിക്കുന്നവർക്ക് പ്രമാണിക്കാൻ കഴിയൂ. അവൻ സ്നേഹം വിട്ടുപോയാൽ കൽപ്പനകളെ ലംഘിക്കും. അപ്പോൾ ഓർത്തോണം, അവൻ സ്നേഹിച്ചിരുന്നത് ദാവീദ് കൽപ്പനകളെ ലംഘിച്ചോ നിങ്ങൾക്കറിയാം. അപ്പോൾ സ്നേഹിക്കുമ്പോൾ നടക്കും. എങ്ങനെ അവനെ സ്നേഹിക്കാം? So there's this saying, I've heard people say this. It says, if you love someone or something, how do you know it? It's when you want to wake up and do it, or wake up with them and also start a day with them, and even all the way until the end of the day, after you're weary, after you're tired, after work, you still want to come back to them and spend time with them at the end of the day. Even though you're dead tired, that person you want to come back to, or that thing you want to come back and do, that's how you know you love it or don't. പലപ്പോഴും എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കാൻ എനിക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? എങ്ങനെ നിങ്ങൾ അറിയുന്ന ഒരാളെ സ്നേഹിക്കുന്നു, അല്ലെ നിങ്ങളെ ഒരാളെ സ്നേഹിക്കുന്നു? നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളോട് അടുത്ത് വന്നിരിക്കാൻ, എഴുന്നേൽക്കുന്ന ആ വ്യക്തിയോട് എഴുന്നേൽക്കാൻ, ഓടി വന്ന് ആ വ്യക്തിയെ ആദ്യം അന്വേഷിക്കുവാൻ, ആ വ്യക്തിയോട് സംസാരിക്കാൻ, ആ വ്യക്തിയെ ആലിംഗനം ചെയ്യാൻ, ആ വ്യക്തിയോട് കൂടി എപ്പോഴും സമയം ചെലവഴിപ്പാൻ എപ്പോഴും ഒരു കൊതി കാണും, അല്ലെ? അത് വളരെ പ്രയാസമുള്ള. ആ വ്യക്തിക്ക് വേണ്ടി എന്തോ ആ വ്യക്തിക്ക് ഇഷ്ടം, എന്തെങ്കിലും വേണോ വ്യക്തിയോട് ചോദിക്കാൻ, ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത് അവൻ ചോദിക്കാൻ. ആ വ്യക്തി എപ്പോഴും സന്തോഷമായിരിക്കാൻ അവൻ ആഗ്രഹിക്കും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതിന് നിങ്ങളെ എപ്പോഴും ഒന്ന് കരുതുകയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുകയും, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയും, അത് ചിരിപ്പിക്കാൻ വേണ്ടി നോക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. സിമ്പിൾ ഒരു കാര്യം, പക്ഷെ എങ്ങനെ ആ ദൈവത്തെ സ്നേഹിക്കുന്നത്? ആ ചോദ്യം എന്നെ എപ്പോഴും വരാറുള്ളൂ. സിമ്പിളാ. ഇന്ന് പകൽക്കാലം അവൻ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. ഒന്ന് തന്നെ താൻ ചോദ്യം, നിങ്ങളുടേതായിട്ടുള്ള അവൻ എന്റെ ഉള്ളത്തിൽ സ്നേഹമുണ്ട്. മലയാളികൾ എന്റെ ഉള്ളത്തിൽ സ്നേഹമുണ്ട്. നിന്റെ ഉള്ളത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രതികരണത്തിലും വരും, നിന്റെ ആക്ഷനിൽ വരും, നിന്റെ പ്രവൃത്തിയിലും വരും. അപ്പോൾ എങ്ങനെ അറിയാം ഒരാളെ സ്നേഹിക്കുന്നുവെന്ന്? നമ്മൾ ആ വ്യക്തിയോട് എഴുന്നേൽക്കുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ആ വ്യക്തിയുടെ കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, നീ പോയിട്ട് വന്ന ഉടനെ ആ വ്യക്തി ആദ്യം അന്വേഷിക്കുമ്പോൾ അത് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റും. If we love the Lord, we yearn to start and wake every morning with Him and return to Him with our time. It's not the fact that time is invaluable. Time is valuable. After you're tired after work, it's the same Lord that you return to, even though you're tired, even though you're weary after work. You still come back and sit with them because you love Him. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്ക്. സ്നേഹം എന്ന് അറിയാം. ജോലിയൊക്കെ കഴിഞ്ഞ് വരികയായിരിക്കും. ആ പ്രിയ വ്യക്തിയോട് എപ്പം ജോലി ചെയ്യണമല്ലോ, ചെയ്യാതെ നടക്കില്ല. അപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഓടി ടയർഡായിട്ട് വരുമ്പോഴും ഓടി നീ സ്നേഹിക്കുന്ന എത്ര ടയർഡാണേലും നിന്റെ കാര്യം നോക്കാതെ ഓടിയ വ്യക്തിയുടെ വരുമ്പോൾ, ആ വ്യക്തിയോട് കൂടെ വന്ന് സംസാരിക്കുമ്പോൾ, അവൻ സ്വന്തം അതിനെ ബൈബിൾ നമ്മൾ കാണുമ്പോൾ ഏതോ തോട്ടത്തില് ആ സ്നേഹം ഉണ്ടായിരുന്നപ്പോൾ അവൻ ഒരുപക്ഷെ രാവിലെ മൊത്തം ആദമ പോയി തോട്ടത്തെല്ലാം ജോലി ചെയ്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക. ആ വൈകുന്നേരം അവൻ അതെല്ലാം നിർത്തി അവർ തിരിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ കാലൊച്ച കേട്ട ഉടനെ ഓടി ആ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുന്ന ടയർഡ്നെസ് മറന്ന് അവൻ ടയർഡ്നെസ് ചിന്തിക്കാതെ ദൈവത്തോട് ഒരുമിച്ച് സമയം ചെലവഴിപ്പാൻ. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തെക്കാൾ വലിയുള്ള കാര്യങ്ങളെ നോക്കാൻ പിശാചിന്റെ കൂട്ടായ്മയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെക്കാലം എപ്പോഴാ ദൈവത്തിനോട് നിനക്ക് നടക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അവൻ പിശാചിന്റെ കൂട്ടായ്മയിൽ നീ ആയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചോണം. അതിന്റെ ഉള്ളം സന്തോഷിക്കാൻ ഇടയാകുന്നില്ല. ദൈവം വന്നിട്ട് ഭയമാ, ഭീതിയ, അവൻ എന്തെന്ന് പറയുന്നത് റിട്ടാലിയേഷൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റാ ദൈവത്തോട്, അവൻ അക്യൂസേഷനാ, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോയെന്ന് പറയണ മനസ്സിലായി കൂടി സ്നേഹമില്ല, ഡിഫൻസാ.
അവൻ ഇന്ന് പകൽക്കാലം ഡിഫെൻഡ് ചെയ്യാതെ അവരുടെ അടുക്കൽ ഓടി ചെല്ലുമ്പോൾ നോക്കൂ, അവൻ ഏതൊരു കണ്ടപ്പോൾ എങ്ങനെ അറിയാം സ്നേഹിക്കുന്നത്? ടയേർഡായിട്ട് വന്നാൽ പോലും ആ വ്യക്തിയുടെ അടുക്കിലേക്ക് നീ ആദ്യം ഓടിച്ചിട്ടും ആ വ്യക്തിയോടൊപ്പം നീ സമയം ചെലവഴിക്കും, ആ വ്യക്തിയോടൊപ്പം ലഭിക്കും. അങ്ങനെ അറിയാം നിന്റെ സ്നേഹം ആ വ്യക്തിയോടാണ്. And even in Psalm 5, the psalm we read right now, even in that it shows a good example. The first example the psalmist talks about loving the Lord is in the morning, Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. The first thing he does in the morning is wait with the Lord. Spend time with the Lord. Give his life up to the Lord because it is in the Lord's hands. We are helpless. Our mornings and our evenings are in the Lord's hands. So start the morning with the Lord. പ്രിയമുള്ളവരെ, സങ്കീർത്തനം വായിക്കും അറിയാം സ്നേഹം എങ്ങനെയാണ് ദൈവത്തോട് എന്ന്. അവിടെ പറയുമ്പോൾ അവൻ താൻ പറയുന്ന മൂന്നാമത്തെ വാക്യത്തില് ഹല്ലേലൂയ, അവൻ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നിനക്ക് വേണ്ടി ഒരുക്കി, ചുമ്മാ വന്നിരിക്കുകയല്ല, ഒരുക്കി കാത്തിരിക്കും. നീ വരുമ്പോൾ ഒരുക്കത്തോടെ നിന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത് അവനോട് സംസാരിക്കാൻ. ആ വരുമ്പോൾ ഓടിപ്പോയിട്ട് വരുമ്പോൾ എടുത്തു കൊടുക്കാനല്ല, അവൻ വരുമെന്നുള്ള നിർണയത്തോടും ഉറപ്പോടും അവനോട് സംസാരിക്കാൻ, അവന്റെ പാത വിടിരിക്കാൻ. അവൻ വരുമ്പോഴെല്ലാം അടുക്കളയിലേക്ക് ഓടുന്നത് അന്നേരം അവന് വേണ്ടി ഒരുക്കി കാത്തിരിക്കാൻ. രാവിലെ തോറും നിന്റെ സങ്കടങ്ങൾ പറയാൻ, അവന്റെ ശബ്ദം കേൾക്കാൻ. നമ്മളെപ്പോഴും അങ്ങോട്ട് പറയാനില്ല, അവന്റെ ശബ്ദം കൂടെ നീ കേൾക്കണം. അവൻ ഒരുക്കി നീ കാത്തിരിക്കും, അവൻ സ്വന്തം ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവന് വേണ്ടി അവന്റെ അടുക്കൽ വരുവാൻ ഒരു കൊതി എപ്പോഴും ഉണ്ടാകണം. So we simply gain the favor of the Lord by loving him in this manner. And this is just a few simple things. I only have a few simple thoughts. This is just showing what are signs that you really do love him. Wake with him in the morning, sleep with him in the night, and all the way in between rely on him, even though you can't speak, even though you're not in church, even though you're not in a manner, you're not on the floor praying to God. Even throughout the day, simply just rely on him in everything to say, God help me. That's just a simple example of how do you love the Lord. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ നിനക്ക് ആ വേലി ഉറപ്പാക്കാം, എങ്ങനെ ദൈവത്തിന്റെ കടാക്ഷമാകുന്ന വേലി, ദൈവത്തിന്റെ ദയയാകുന്ന വേലി നിനക്ക് ചുറ്റുമുണ്ടെന്ന് ഉറപ്പാക്കാം. ഒന്നാമത് നീ അവനെ സ്നേഹിക്കുന്നതിനാൽ. എങ്ങനെ അറിയാം നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്? നീ അവനോട് കൂടെ എഴുന്നേൽക്കുന്നതിനാൽ, അവന് വേണ്ടി അവനെ കാത്തിരുന്ന് അവനെ അതിരാവിലെ ഒരുക്കി അവനെ കാത്തിരിക്കുന്നതിനാൽ, ദിവസം അവസാനിച്ച് നീ കിടക്കാൻ പോകുമ്പോൾ അവനോടൊപ്പം നീ കിടക്കുന്നതിനാൽ, അവന് വേണ്ടി ഒരുക്കി അവനോട് സംസാരിച്ച് കിടക്കുന്നതിനാൽ, പിന്നെ പകൽ ജോലി കൂടി പോകുമ്പോൾ ദൈവയുടെ മധ്യത്തിൽ നിന്ന് തറയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിലും എപ്പോഴും അവനിൽ ചാരുന്നതിനാൽ, അവനെ മാറിൽ ചാരുന്നതിനാൽ, സങ്കടം വരുന്ന സമയത്തല്ല ചാരുന്നത്, സങ്കടം വരുന്നതിന് മുമ്പ് എപ്പോഴും അവരുടെ താവേ കൂടെ വരണമേ, അപ്പാ എന്റെ കൂടെ ഇരിക്കണമേ, അപ്പനോട് സംസാരിക്കുന്നതിനാൽ നിനക്ക് ആ സ്നേഹം, അവനുള്ള ആശ്രയം നിനക്ക് പ്രകടിപ്പാൻ നിന്നെ കൊണ്ട് പ്രിയമുള്ളവരെ കഴിയും. And the only other thing I want to talk about is that, what's another sign that you love God fully is that your love also extends outwards as well. The thing is that if you love God, you will love the people that minister, the ministers of God as well. You will love the people of God. You will love the assembly of God. Do not abandon any of these things. But I was thinking about this simply because recently Joe's pastor uncle was staying with us, and I've been hearing stories for a while about Dad, Joe's pastor uncle, everything he says. And it was striking me that what's a sign that you love God? It's that your love extends outwards. It's not simply it's not something that's secret. It's not something that's held just between you and God, but it's shared with the common believers. It is shared with the men of God as well. You serve them. എങ്ങനെ അറിയാം നിന്റെ സ്നേഹം ദൈവത്തോട് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും? നിന്റെ ഉള്ളത്തിൽ സ്നേഹമുള്ളപ്പോൾ അത് പുറത്തേക്ക് ഒഴുകും. പ്രത്യേകിച്ച് ജോസ് പാസ്റ്റർ ദിവസങ്ങൾ വന്നപ്പോൾ എന്റെ പിതാവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാനിടയായി. എന്താണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പാനിടയായത്? സ്വന്തം ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം വരുമ്പോൾ അവന്റെ ഭക്തന്മാരോടും നിന്റെ ഉള്ളിൽ സ്നേഹം കാണും. അവരുടെ സങ്കടങ്ങൾ നിന്റെ സങ്കടമായിട്ട് മാറും. അവർ തന്നെ കിടക്കുമ്പോൾ നിനക്ക് അവനോടുകൂടെ പോയി കിടപ്പാൻ നിന്റെ ഉള്ളത്തിൽ ഒരു പ്രേരണ തോന്നും. അതെന്തുകൊണ്ട്? ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനുപരി ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ തകർന്നാണല്ലോ വന്ന് കിടക്കുന്നത്, വേദനിച്ചാണല്ലോ വന്ന് കിടക്കുന്നത് തോന്നുമ്പോൾ അവരോടൊപ്പം പോകാനും അവരോടൊപ്പം വസിക്കാനും അവരോട് സംസാരിപ്പാനും അവരെ കൈത്താങ്ങാനും വലിയ കൊതി നിങ്ങളുടെ ഉള്ളിൽ കാണും. ആ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ സ്നേഹം എപ്പോഴും പ്രദർശനത്തിൽ കാണും, അത് പ്രകടനത്തിൽ കാണും. ആ സ്നേഹം ദൈവമക്കളിലേക്ക്, ദൈവഭക്തരിലേക്ക് നമ്മിൽ കൂടി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ദൈവഭക്തരിലേക്ക് നമ്മിൽ കൂടി ഒഴുകുവാൻ മുഖാന്തരമാകും. So as a short thought, simply
Aim to find love in your life. Aim to find the fact that you do love God, because that's a sign of favor. That's how you know you will grow. That's how you know that God's shield is around you. You must ask God, teach me how to love, because naturally it's not just in our hearts. It's not in our nature. We are evil in nature. We are depraved in nature. But pray to God, teach us how to love. Teach me how to love you, because everything good comes from you. So I just wanted to finish off this thought today, just simply love God. There's a lot more we can talk about. There's a lot more that has to do with following His commandments, which has to do with, listen to the Word of God. Listen to the wisdom of God. That's also another area in which you can gain favor from God. But simply, I just wanted to end a quick thought with, love the Lord your God with all your heart, because that's, after all, that's the most important commandment that's emphasized in the Old Testament, and even in the New Testament. It says, out of all these, love is the most important. So let us pray to God, teach us how to love, and teach us so that your favor may surround us, Lord. അവൻ പ്രിയമുള്ളവരെ, ഈ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒത്തിരി കാര്യങ്ങൾ സത്യത്തിൽ പറയാനായിട്ടുണ്ട്. എങ്ങനെ അറിയാം നാം അവനെ സ്നേഹിക്കുന്നുവെന്ന്? നിങ്ങളുടെ പ്രദർശനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി അത് അറിയാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ കൽപ്പന എന്താ? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നുള്ളത് തന്നെ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാൻ സമയത്തിന്റെ കാര്യത്തില പറയുന്നില്ല. അവിടെ പറയുക, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ, 7ാമത്തെ വാക്യം ശ്രദ്ധിക്കണം, കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നോക്കണം. നിന്റെ ഫേവറിന്റെ മൾട്ടിറ്റ്യൂഡിനാൽ, ഞാൻ ചുമ്മാ ആരാധനയ്ക്ക് പോകേണ്ടവനല്ല, ഞാൻ പോകാൻ സാധ്യതയില്ല. ആ ഫേവറിന്റെ മൾട്ടിറ്റ്യൂഡ് നിമിത്തമായി ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നത്. ഇവിടെ ആയിരങ്ങളില്ല, ഒത്തിരി പേരില്ല, പകിട്ടില്ല, ഒത്തിരി പേര് ഇന്ന് ആരാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വന്നത്? ആൾക്കാരുടെ കൂട്ടമോ അവിടെ നടക്കുന്ന വലിയ പകിട്ടോ ഒന്നും ആകർഷിക്കാനില്ലെങ്കിലും ആ കൃപയുടെ ബഹുത്വം, ആ ഫേവറിന്റെ ആധിക്യം കൊണ്ട് ഞാൻ നിന്റെ ആലയത്തിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ചുമ്മാ ഒന്ന് കുത്തിരിക്കെ, അനങ്ങാമ്പാറ പോലെ കുത്തിരിക്കയില്ല, നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോട് ആരാധിക്കും. ആരാധിക്കാൻ കഴിയണം കുഞ്ഞെ. ഫേവർ വേണം. ഫേവർ ഇല്ലാത്തവൻ ആരാധിക്കാനേ പറ്റില്ല. ആഗ്രഹം തുറക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നോക്കണം, ഫേവർ ഇല്ലേ അനർത്ഥമാണ്. അടുത്ത നിമിഷം പിശാച് എവിടെയോ നിനക്ക് പാല വെക്കാൻ നോക്കുകയാണ്. കർത്താവേ, ആലയത്തിൽ വരുമ്പോൾ നിന്നെ ആരാധിപ്പാൻ അധരങ്ങളെ തുറക്കണേ. നന്ദിയോട് സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി, യേശുവേ സ്തുതി, പിതാവേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കാൻ കാരണം അതും നിന്റെ കൃപയാ. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഭക്തിയോട് ആരാധിക്കാൻ മാത്രമല്ല അവൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത് ദൈവത്തോട് പറയുക, അവൻ സ്വന്തം ശത്രുക്കളുണ്ടേ, അതുകൊണ്ട് നിന്റെ നീതിയാൽ, നിന്റെ ആ ഫേവറിന്റെ നീതിയാൽ അവൻ എന്നെ നടത്തണം, എന്റെ വഴിയിൽ പാത നിരപ്പാക്കണം. ഞാൻ പോയി അവൻ പാപത്തിൽ അകപ്പെടല്ലേ, എന്റെ വഴി സ്ട്രെയിറ്റ് ആക്കി തരണം. ഫേവറാണേ. പ്രശ്നമില്ലാതെ, ജോലിയിൽ പ്രശ്നങ്ങളില്ലാതെ, ബോസസിനോട് പ്രശ്നമില്ലാതെ, ജോലിക്കാരുടെ പ്രശ്നമില്ലാതെ, കുടുംബത്തിൽ ഭാര്യയോട് അടിയില്ലാതെ, മക്കളോട് അടിയില്ലാതെ ജീവിക്കുന്നത് ഫേവറാണേ. പാത നിരത്തി തരണേ. ആ സങ്കീർത്തനം മുഴുവനും ദൈവത്തിന്റെ ഫേവറിന്റെ ആ ചുറ്റലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വഴക്ക് വീട്ടിലുണ്ടായാൽ, കുടുംബത്തിൽ ഭാര്യയോട് ഭർത്താവ് വഴക്കം, ആരാധിക്കാൻ വന്നിരിക്കാൻ പോലും നമുക്ക് തോന്നത്തില്ലല്ലോ. ജോലിയിൽ സ്വന്തം നമ്മുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനോടാലും മോളുള്ളവരോടാലും വഴക്കോ പ്രയാസമോ ഉണ്ടായാൽ പിന്നെ നമ്മുടെ സന്തോഷം കംപ്ലീറ്റ് അങ്ങ് പോകത്തില്ലേ? ഇവിടെ പറയാ, ഫേവറിനാൽ എന്റെ വഴി നിരപ്പാക്കണം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായി അവനെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ അവന്റെ ഫേവറിനാൽ അവൻ നമ്മെ മൂടുവാനിടയായിത്തീരും. As we sit down and as I conclude these words, let us pray that for this favor, because we need it this new month. As I said before, we don't know what's ahead of us. We don't know what's tomorrow, what's even today, or the next week. So let's pray that this favor, this shield of protection that's around us, around our growth, our growth of faith, around our families, let us pray that this favor does not leave us, and let us pray that we may grow stronger in the Lord to sustain this favor around us, because we are helpless on our own. So with these words, may God bless you with each and every one. അതുകൊണ്ട് പകൽക്കാലം പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ. സ്വന്തം ഇവിടെ നാം പറയുന്ന വേലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കടാക്ഷമാകുന്ന വേലി. എന്തിനാ? ഞാൻ വളരാൻ. നമ്മൾ പലപ്പോഴും വേലി ഉദ്ദേശിക്കുന്നത് എനിക്ക് ആപത്ത് വരൽ, ലോകം വരാൻ, അതല്ല ഇവിടെ പറയാം. അതുകൊണ്ട് ദൈവത്തിന് അത് വരണേ തന്നെ നീ കൃപാകരക്ഷാൽ പൊതിഞ്ഞ് നീ എപ്പോഴും കർത്താവിനെ അള്ളി പിടിക്കുന്നവനാണ്. നിന്നെ വിട്ടേച്ച് അവൻ പോകത്തില്ല. തങ്ങളുടെ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ കൊണ്ട് തന്നെത്താൻ
ബലവാനെന്ന് കാണിപ്പാൻ എന്റെ ദൈവത്തിന്റെ കണ്ണി ഭൂമിയിലെല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാല് അവനെ അള്ളിപ്പിടിക്കണമെങ്കിൽ, അവനെ വന്ന് അവനെ തന്നെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ, അവനെ തന്നെ ആരാധിക്കണം, കംപ്ലീറ്റ് അവനെ കരത്തിലോട്ട് വീഴണമെങ്കിൽ അതിന് ഫേവർ വേണം. ഫേവർ ഇല്ലാതെ പറ്റില്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. എനിക്കറിയാം എത്ര വർഷം കഴിഞ്ഞുകൊണ്ട് അവൻ സ്വന്തം എന്നെക്കാൾ ഞാൻ പഠിച്ചുകൊണ്ട് അവൻ കുത്തിയിരിക്കും, അവൻ മടങ്ങി വരാൻ മനസ്സ് വരത്തില്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓടും. അങ്ങനെ ഓടിയുള്ള കുഴപ്പം, നീ എത്ര നീതിമാനായിരിക്കാം, നല്ലവനായിരിക്കാം, പക്ഷെ അഹീത്തോഫേലിനെ പോലെ തൂങ്ങിച്ചാകേണ്ടി വരും. നിന്റെ എന്റെ അവൻ ട്രച്ചറസ് ആയിരിക്കും. അവൻ എന്നാൽ ദാവീദിൽ തൂങ്ങിച്ചാകേണ്ടി വന്നില്ല. അവൻ ഏറ്റവും തെറ്റ് ചെയ്തവനായിരുന്നെങ്കിലും ദൈവത്തെ ആരാധിപ്പാൻ ഫേവർ അവന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് പോലും എനിക്ക് പോലും ക്ഷമിക്കാൻ പറ്റാത്ത ദാവീദ. പക്ഷെ ദൈവം പറയുക, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ ദാസനായ ദാവീദ് ഫേവറിന്റെ അനുഗ്രഹമാത്രേ ഉള്ളവരെ കർത്താവേ ഞങ്ങൾക്ക് വളരണമെങ്കിൽ ഫേവർ വേണം. ഫേവർ ഉണ്ടേലേ നിന്നെ എടുക്ക വരാനും അങ്ങ് ആഗ്രഹിക്കുന്ന അളവൻ നിന്നെ സ്നേഹിപ്പാനും സ്നേഹത്തിൽ വസിക്കുമ്പോൾ നിന്നോട് പറ്റിയിരിപ്പാനും ആ കടാക്ഷം ഉണ്ടല്ലേ പറ്റുള്ളൂ. കർത്താവേ എന്റെ പഠിപ്പോ എന്റെ തലക്കനമോ എന്റെ അറിവോ വചനം തലനാരില ആരോട് തർക്കിക്കാൻ പ്രാപ്തി ഉണ്ടായിട്ടും ദൈവ വഴി നടക്കണമെന്നില്ല പ്രിയമുള്ളവരെ. നീ എത്ര ഹോളിയാണേലും നീ കന്യകയാണേലും നാഥന്റെ ഭരണത്തിൽ എടുക്കപ്പെടണമെന്നില്ല പ്രിയമുള്ളവരെ. അതൊരു കടാക്ഷമാ, അതൊരു ദൈവത്തിന്റെ ഫേവറാ. ചില കാര്യങ്ങൾ എക്സ്ട്രാ കോഷൻ എടുക്കാൻ, അത് കണ്ടു ചെയ്യാൻ ആ 5 കന്യകന്മാര് അവർ ബുദ്ധി ദൈവം കൊടുത്തു. അത് ഫേവറാ പ്രിയമുള്ളവരെ. മറ്റുള്ളവർ അവരുടെ കഴിവിൽ ആശ്രയിച്ചു എനിക്കറിയാം വിളക്ക് വേണം, അങ്ങനെ നമുക്ക് റെഡിയാക്കാമല്ലോ. അവരുടെ ബുദ്ധിയുടെ അവരുടെ അളവിൽ ഓടിയത് കൊണ്ട് അവർ കന്യകമാരായിരുന്നിട്ടും അവരെ കുറിച്ച് യേശു പറയാം, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഫേവർ ഇല്ലാതെ വളർച്ചയില്ല പ്രിയമുള്ളവരെ. എത്ര നിങ്ങൾ കന്യകമാരായിരുന്നാലും എത്ര ഹോളിയായിരുന്നാലും ഫേവർ ഇല്ലെങ്കിൽ വളർച്ചയില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. അവൻ വരുമ്പോൾ അവന്റെ വരവുകൾ കാണപ്പെടില്ല പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം പറയാൻ, കർത്താവേ നീതിമാനെ നീ ഫേവർ കൊണ്ടെന്ന പോലെ പരിചയം കൊണ്ടെന്ന പോലെ ഫേവർ കൊണ്ട് മറയ്ക്കുമെന്ന് ദൈവമേ ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഫേവർ കൊണ്ട് ഒരു ഷീൽഡായി ഞങ്ങളുടെ ചുറ്റും നിന്നിട്ട് ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ചല്ല, ഞങ്ങളുടെ അറിവിൽ ആശ്രയിച്ചല്ല, ഞങ്ങളുടെ വചന പരിജ്ഞാനത്തിലൊന്നും ആശ്രയിച്ചല്ല, നിന്നോട് അള്ളിപ്പിടിച്ചിരിക്കാൻ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ പോലെ ഒരു ടോൾഡർ അവൻ അമ്മയെ കെട്ടി പിടിക്കുന്നത് പോലെ അവനൊരു കുരങ്ങന്റെ പള്ളക്ക കുഞ്ഞള്ളിപ്പിടിച്ച് കിടക്കുന്ന പോലെ ചാടി മരത്തിന് ചാടുമ്പോൾ അമ്മയെ വിട്ട് അള്ളിപ്പിടിച്ച് കിടക്കുന്നു. അതാണ് പറയുന്നത്, ആ ഫേവറിന്റെ ആട്ടത്ത, ആ ഫേവറിന്റെ ഒരു കൃപത. അവൻ സ്വയമായി ഞാൻ ചെയ്യത്തില്ല. അവൻ സ്വയമായി ചെയ്ത് പാപമില്ലാത്ത ഭൂമിയിലായിരുന്ന ആദമിനോ അമ്മയ്ക്ക് അത് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. അവൻ സ്വന്തം അവരുടെ ദൈവം അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ സെൽഫ് ചോയ്സ്, അവൻ സ്വന്തം ദൈവത്തിന്റെ അവൻ പോലെ അവരെ ഉണ്ടാക്കിയത്. സ്വയം തീരുമാനമെടുക്കാൻ കഴിവുണ്ടായിരുന്നു അവൻ സ്വന്തം. എന്നാൽ പിശാചിനോട് കൂട്ടായ്മ വന്നപ്പോഴത്തേക്ക് ആ ഫേവർ അവരെ വിട്ടുമാറി. അവർ ദൈവത്തെക്കാൾ ഉപരി അവരുടെ സ്വന്തം ബുദ്ധിയും കണ്ണിനെയും നോക്കി കാണുവാൻ ഭംഗിയുള്ളത് തിന്മാൻ കാമ്യം അവർ ദൈവത്തെ വിട്ട് അകന്നു പോയി പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം പറയവേ പരിചയം കൊണ്ടെന്ന പോലെ ഫേവർ കൊണ്ട് എനിക്ക് വളരണം, എനിക്ക് നീയാകുന്ന തലയോളം വളരണം. ഇതൊന്ന് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.